നോക്കൂ, 35%-നും 42%-നും ഇടയിൽ, അഥവാ 35%-നും 40%-നും ഇടയിൽ BJP ഇവിടെ വോട്ട് നിർത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് 2021-ലാണ്. 2014 നോക്കൂ, ഇത് ക്രോസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. 2014 നിയമസഭയിൽ 35%-മാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. UDF-നും NDA-ക്കും കിട്ടിയിരിക്കുന്നത് 2014. സവിശേഷമായൊരു സാഹചര്യം 2021-ലും ഉണ്ടായി. അവസാന നിമിഷം BJP ജയിക്കാൻ സാഹചര്യം ഉണ്ടായാൽ അത് ഒരുമിച്ച് തടയുക എന്നൊരു രൂപത്തിലേക്ക് പോകുന്നു. 38-37% ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അവിടെ LDF-ന്റെ വോട്ട് കുറയുന്നത് കാണാം. LDF-ന്റെ വോട്ട് അവിടെ കുറയുന്നു. അവിടെ BJP NDA-യുടെ വോട്ട് 37%-ആയിട്ട് മാറുന്നു. ഈ 35% ഉണ്ടായിരുന്ന 2016 അവസ്ഥയിൽ നിന്ന് 2021-ലേക്ക് എത്തുമ്പോൾ 37%-ആയിട്ട് മഞ്ചേശ്വരത്തിൽ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മഞ്ചേശ്വരം തിരിച്ചാണ് ചിന്തിച്ചത്. മഞ്ചേശ്വരത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. 34%-ലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ 45%-ലേക്ക് UDF ഉയരുന്നതായിട്ട് കാണാം. 2024-ലെ ലോക്സഭയുടെ പാറ്റേൺ ആയിരിക്കില്ല ഇക്കുറി ഉണ്ടാവുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ആവാൻ പോകുന്നത്, നേരത്തെ മാധു പറഞ്ഞ മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDP-യുടെ ഫാക്ടറാണ്. SDP ഫാക്ടർ 9,000 വോട്ട്, 7,000 വോട്ട് അവിടെയുണ്ട്. ആ വോട്ടുകൾ ഇക്കുറി UDF-ലേക്ക് പോൾ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവസാന നിമിഷം. പക്ഷേ അത് മൊത്തം പോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ വോട്ടുകൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സുരേന്ദ്രൻ ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഒരു കടുത്ത പോരാട്ടം 2 നിയമസഭാ മണ്ഡലങ്ങളിലും മഞ്ചേശ്വരത്ത്, 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മഞ്ചേശ്വരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് മാധു പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് 2016-ൽ 35-35 UDF NDA, 2021 ആകുമ്പോൾ 38-37. കഷ്ടിച്ച് 0.5% വ്യത്യാസം മാത്രമേ 2 മുന്നണികളും തമ്മിലുള്ളൂ, NDAയും തമ്മിലുള്ളൂ. അങ്ങനെ നോക്കിയാൽ ഒരു പക്ഷേ നേമത്തേക്കാൾ, കഴക്കൂട്ടത്തേക്കാൾ ടൈറ്റ് കോമ്പറ്റീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന മണ്ഡലമായിരിക്കും മഞ്ചേശ്വരം എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകൾ ഒരുമിച്ച് കൂട്ടത്തോടെ BJP-യിലേക്ക് വോട്ട് ചെയ്യുന്ന മണ്ഡലം, ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ NDA-യിലേക്ക് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം എന്നുള്ളതാണ് വാസ്തവം.